എല്ലാവർക്കും യു വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഉദയംപേരൂർ മേഖലയിലെ തീരദേശത്തെ കുറെ സങ്കടകരമായ കാഴ്ചകളൊക്കെയാണ്. ഉദയംപേരൂരിന്റെ പടിഞ്ഞാറ് വശം എന്ന് പറയുന്നത് വേമ്പനാട് കായലാണ്. അവിടുത്തെ പ്രധാന വരുമാന മാർഗം, അവിടുത്തെ ആളുകളുടെ എല്ലാം പ്രധാന വരുമാന മാർഗം എന്നത് ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട ജോലികളാണ്. പാരമ്പര്യമായി മത്സ്യബന്ധനം ചെയ്ത് അവരുടെ തലമുറകളായി ചെയ്തു വരുന്ന ആ ഒരു ജോലി, ഇന്ന് ആ ജോലി എത്രത്തോളം അവർക്ക് അവരുടെ ഉപജീവന മാർഗമായി കൊണ്ടു നടക്കാൻ പറ്റുന്നു എന്ന ഒരു റിപ്പോർട്ടാണ്. ഇതൊരു വലിയൊരു സ്റ്റോറിയായി ചെയ്യുക എന്നതായിരുന്നു എന്റെ ലക്ഷ്യം. പക്ഷെ അവരോട് പലരോടും ഞാൻ സംസാരിച്ചപ്പോൾ, നമ്മുടെ വാർത്ത സംസാരിച്ചപ്പോൾ ഉണ്ടായ അനുഭവം വളരെ സങ്കടകരമായിട്ടുള്ള അനുഭവമാണ്. ഒന്ന്, പഴയ വേമ്പനാട് കായലിന്റെ അവസ്ഥയല്ല ഇപ്പോൾ. ഭൂമി കൈയേറ്റവും അതുപോലെ തന്നെ കായലിന്റെ ആഴക്കുറവ്. ഇപ്പൊ എക്കലടിഞ്ഞ് ആഴക്കുറവുള്ളത് കൊണ്ട് തന്നെ മത്സ്യങ്ങൾ തീരെ ഇല്ല. പിന്നെ അവിടെ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ചൊറികളെല്ലാം വന്നുകൊണ്ട് തന്നെ വല ഇറക്കാൻ പറ്റാത്തൊരവസ്ഥ. അതിനുശേഷം ഇപ്പൊ പോളപ്പായലുകൾ അടഞ്ഞിരിക്കുന്നു, അത് വന്നു. പിന്നെ അവിടുത്തെ ലാൻഡ് സെന്ററുകൾ, അവിടെ ചില ലാൻഡ് സെന്ററിലെല്ലാം പല പദ്ധതിയിലൊക്കെ പല പല വികസനങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ശാശ്വതമായിട്ട് നിലനിർത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ് അതൊക്കെ അവിടെ കിടക്കുന്നത്. കാരണം അവിടുത്തെ ലാൻഡ് സെന്ററിലെ വിളക്കുകൾ, വഴിവിളക്കുകൾ, അതൊക്കെ സോളാർ പാനൽ കൊണ്ടുവന്ന് ഇപ്പൊ അതൊക്കെ മാറ്റി KCBയുടെ ലൈറ്റ് വിട്ടു. ചിലയിടത്ത് കത്തുന്നു, ചിലയിടത്ത് കത്തുന്നില്ല, ചിലയിടത്ത് ബൾബ് കത്തുന്നു. ലാൻഡ് സെന്ററിന്റെ വലകളെല്ലാം സൂക്ഷിച്ചു വെക്കുന്ന മേഖലയിൽ നിന്നും മാറ്റി അപ്പുറത്ത് തൊഴിലാളികൾ തന്നെ ഷെഡ് കെട്ടുന്നു. ലാൻഡ് സെന്ററിലെ കൽഭിത്തികളെല്ലാം ഇടിഞ്ഞ് ചില സൈഡിലൊക്കെ ഇടിഞ്ഞു കിടക്കുന്നു. ഈ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക മൂല്യ കണ്ടെത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗമാണ്. പക്ഷെ അവരുടെ ജീവിതം വളരെ ദുരിതപൂർണമാണ്. അവരാണ് ഈ ഉദയംപേരൂർ കരയിലെ ഒരു എന്താ പറയാ ഒരു പ്രദേശത്തിന്റെ, ഒരു ദേശത്തിന്റെ ഒരു നിലവിളക്ക് തിരി പോലെ പ്രകാശം പരത്തുന്ന ഒരു വിഭാഗമാണ് ഈ ഉദയംപേരൂർ കരയിലെ മത്സ്യത്തൊഴിലാളികൾ. അവർക്ക് ആരോടും പരാതികളും പറയാനില്ല, അവർക്ക് ആരോടും ദുഃഖങ്ങൾ പങ്കുവെക്കാനില്ല. വള്ളവും വലയുമായി പോവുക, മത്സ്യം കിട്ടിയാലില്ലെങ്കിൽ തിരിച്ചു വരിക. ആ മേഖലയിലെ പുതിയ ഒരു തലമുറയൊക്കെ ഒരു 60% മറ്റു പല ജോലികളും തേടി പോകേണ്ടിയിരിക്കുന്നു. ഇതിപ്പോ ഞാനിത് പറയാനുള്ള കാരണം, ഇവിടുത്തെ നാട്ടിലെ കൃഷിയെല്ലാം നശിച്ചുകൊണ്ടാണ് കർഷക തൊഴിലാളികൾ അല്ലെങ്കിൽ കർഷകരൊക്കെ പല മേഖലകളിലേക്കും പോയി. ഇപ്പൊ കൃഷിയില്ല. ഇതുപോലെ മത്സ്യത്തൊഴിലാളികളും ഈ മേഖലകൾ വിട്ട് മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത്, അന്യ സംസ്ഥാനങ്ങളിൽ ഇപ്പൊ പറയില്ലേ, തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ 60% മത്സ്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന കുടുംബങ്ങളിലും ഇത് ഭക്ഷിക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികളെ അവർ നിലനിർത്തേണ്ട ആവശ്യം എന്നത് ഒരു സമൂഹത്തിന്റെ കടമയാണ്. അല്ലെങ്കിൽ ഒരു പ്രദേശത്തിലാണ് അവർ താമസിക്കുന്നതെങ്കിൽ അവരെ നിലനിർത്തി അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അവർ സംരക്ഷിക്കേണ്ടത് ഒരു എന്താ പറയാ ഒരു വലിയ ഒരു സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം എത്രത്തോളം നമുക്ക് നിറവേറ്റാൻ പറ്റുന്നുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. കാരണം ഏതെല്ലാം കുടുംബത്തിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏതെല്ലാം കുടുംബത്തിൽ അത് ഭക്ഷണം കിട്ടുന്നില്ല, അവരുടെ അവസ്ഥ എന്താണ്? അവരില്ലാത്ത ഒരു മേഖല, ഇപ്പൊ കർഷകനില്ലാത്ത ഒരു രാജ്യത്തെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാലും കേരളത്തിൽ പോയാലും, കേരളത്തിൽ നിന്ന് വേറെ സംസ്ഥാനങ്ങളിലേക്ക് പോയാലും ഒക്കെ നോക്കിയാലും മത്സ്യം എന്ന് പറയുന്നത് ഈ ഭക്ഷണത്തിന്റെ ഒരു ആവശ്യകതയുടെ ഒരു ഭാഗമാണ്. ഉണ്ടാക്കിയെന്ന് പറഞ്ഞാല് ഒരു കാറ്റും അതിന്റെ കോളും ദിശയൊക്കെ അറിഞ്ഞ് അന്ന് പങ്കായത്തിൽ വലിച്ചുകൊണ്ടിരിക്കുന്ന വള്ളത്തൊക്കെ ഇപ്പോ എഞ്ചിൻ വെച്ചാണ് പോകുന്നത്. ഈ എഞ്ചിൻ വെച്ച് പോകുന്ന വള്ളങ്ങൾക്കൊക്കെ ഇന്ധന ചെലവ് കൂടുതലാണ്. ഇവരൊക്കെ ഒരു കന്നാസോ ഒരു കുപ്പിയൊക്കെ ആയിട്ട് പെട്രോൾ പമ്പുകളിലൊക്കെ ചെല്ലുമ്പോ അവിടെ ഒരു കുപ്പി പെട്രോൾ പോലും ഇവർക്ക് കൊടുക്കില്ല. ഇവർക്ക് അത്തരം പെട്രോളുകൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവർ വല്ല ബൈക്കിലോ വേറെ വണ്ടികളിലൊക്കെ പെട്രോൾ അടിച്ച് അവിടെ വന്ന് അത് ഊറ്റി വേറൊരു കുപ്പിയിലാക്കി അവരുടെ എഞ്ചിൻ പ്രവർത്തിച്ച് 100 രൂപക്ക് പെട്രോൾ. ഇപ്പോഴത്തെ പെട്രോളിന്റെ അവസ്ഥയൊക്കെ അറിയാലോ.
ഞാൻ ആധികാരികമായ രാഷ്ട്രീയത്തിലേക്കൊന്നും പോകുന്നില്ല. ഇതെല്ലാം വെല്ലുവിളികൾ അതിജീവിച്ച് പോയിട്ട് 100 രൂപക്കൊക്കെ പെട്രോൾ അടിച്ച് ഈ വള്ളവുമായി പോയി ഈ യമഹ പോലുള്ള ഇതെല്ലാം പ്രവർത്തിച്ച് പോയി തിരിച്ചു വരുമ്പോൾ ഒന്നും കയ്യിൽ മെച്ചമില്ലാത്ത അവസ്ഥയാണ്. അപ്പൊ ഇവരുടെ സങ്കീർണമായ പ്രശ്നങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഇതിനു വേണ്ടി വലിയൊരു ഡോക്യുമെന്ററി തന്നെ ചെയ്യേണ്ടി വരുന്ന അത്രയും സങ്കീർണമായ പ്രശ്നങ്ങളാണ് ഇവരുടെ ജീവിതത്തിലുള്ളത്. ഇത് മുഴുവനും റിപ്പോർട്ട് ചെയ്യുക എന്നത് അസാധ്യമായതുകൊണ്ടാണ് ഇതിന്റെ റിപ്പോർട്ടിന്റെ ആദ്യഘട്ടം എന്നുള്ള രീതിയിലേക്ക് ആദ്യപടി ഇപ്പോ നമ്മുടെ ഉദയംപേരൂർ, അത് ഉദയംപേരൂര് പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്നിടത്തുള്ള എത്തിപ്പെടാവുന്ന സ്ഥലത്തെല്ലാം പല കാര്യങ്ങൾ അന്വേഷിക്കുകയും അവരുടെ ഇപ്പോൾ എക്കൽ നമ്മൾ മാറ്റുന്നതിന് വേണ്ടി അവിടെ വാർജ് അല്ലെങ്കിൽ ഡ്രഡ്ജിംഗ് സംവിധാനത്തിലൂടെ എക്കൽ മാറ്റി വേമ്പനാട് കായലിന് ആഴം കൂട്ടലും, അതുപോലെ തന്നെ അവിടെ മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ കയറി സന്ദർശിച്ചുകൊണ്ട് അവരുടെ അവസ്ഥകളെ പഠിച്ച് അവരെ ഈ നാട്ടില് ഈ രാജ്യത്ത് ഈ നിലനിർത്തേണ്ട ഒരു ആവശ്യകത, കർഷകരെ പോലെ തന്നെയാണ് മത്സ്യത്തൊഴിലാളികളും. ഇന്ന് കേരളത്തിൽ അന്യം നിന്നു പോകുന്ന ഒരു വിഭാഗമാണല്ലോ കർഷകർ. ഇപ്പൊ ക്ഷീരകർഷകരുണ്ട്, പശുവിനെ വിറ്റ് അവർ ആ പണി മാറ്റി നിർത്തി പോകുന്നു, കൃഷികൾ നിർത്തുന്നു. ഇനി മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യബന്ധനം കൂടി നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാത്തിലും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരും. അത് നമ്മുടെ പുതുതലമുറയ്ക്ക് ക്യാൻസർ പോലുള്ള വിഷങ്ങൾ അടങ്ങിയിട്ടുള്ള വസ്തുക്കൾ കഴിച്ച് പുതുതലമുറയ്ക്ക് മാരകമായിട്ടുള്ള അസുഖങ്ങൾ വന്ന് അതിന് ശേഷം ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തുന്നതിന് മുമ്പ് തന്നെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള നടപടിയെടുക്കാൻ അധികാരികൾ അവരുടെ മുന്നിലെത്തും വരെയും എന്റെ ഈ വാർത്ത UV വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. മത്സ്യത്തൊഴിലാളികളുടെ ഈ വാർത്ത ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും അവരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുകയും അവരുടെ കുടിവെള്ള പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ പലവിധ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെല്ലാം പരിഹരിക്കുന്നതുവരെ UV വാർത്ത ഇതിന്റെ റിപ്പോർട്ടിംഗ് തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാർത്ത ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.